ഞാനിന്ന് ആരംഭിക്കുന്ന പ്രധാന ചിന്ത പ്രാർത്ഥന എന്ന വിഷയത്തിൻ്റെ ഓൾമോസ്റ്റ് മണിക്കൂറുകളിലെ ടീച്ചിങ്സ് ലഭിച്ചു കഴിഞ്ഞുവെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിച്ഛേദന എന്ന വിഷയം. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഈ പരിച്ഛേദന എന്ന് പലയിടങ്ങളിൽ കാണുമ്പോൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബിലീവേഴ്സിന്, പുതിയ നിയമ വിശ്വാസികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് വിവരിപ്പാൻ, അതിനകത്തുള്ള ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ തുറക്കുവാൻ നമ്മൾ ഒരുമിച്ച് ആഗ്രഹിക്കുന്നു. എൻ്റെ കൂടെ വേഗത്തിൽ നമുക്കൊരു വാക്യത്തിലേക്ക് തിരിയാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. പിന്നെ ഫിലിപ്പിയ ലേഖനത്തിലേക്കൊക്കെ നമ്മൾ വരികയാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഇവിടെ വായിക്കുന്നു, ശ്രദ്ധിക്കുക. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവർ ഒക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. ഞാൻ ഈ പരിച്ഛേദനയെ സംബന്ധിച്ചുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒന്ന് വിശദീകരിച്ചാൽ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. പരിച്ഛേദന എന്ന് പറയുന്നത് യഹൂദന് ദൈവം കൊടുത്ത ഒരു കൽപ്പനയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അപ്പസ്തോല പ്രവൃത്തികളിലേക്ക് വന്നാൽ മതി. അപ്പസ്തോല പ്രവൃത്തിയിൽ 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ദയവായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലാകും. അപ്പസ്തോല പ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. പിന്നെ അവൻ പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. ഏത് യഹൂദ ബാലകനും ജനിച്ചു കഴിഞ്ഞാൽ 8-ാം നാളിൽ സുന്നത്ത് അഥവാ പരിച്ഛേദന, സുന്നത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ അത് മനസ്സിലാവുമായിരിക്കും, അഗ്രചർമ്മം അഥവാ പരിച്ഛേദന നടത്തിയിരിക്കണമെന്നുള്ള നിയമം ദൈവം യഹൂദന്മാരുടെ പിതാക്കന്മാർ എന്നവർ പറഞ്ഞിരുന്ന അബ്രഹാം എന്ന് പറയുന്ന പിതാവിന് കൊടുക്കുവാനിടയായി. ദൈവം ഇത് കൊടുത്തതിൽ നിന്ന് അബ്രഹാമിന് കൊടുത്തതിലൂടെ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമായിരുന്നു: ജാതികളുടെ ഇടയിൽ നിന്ന് യഹൂദന് പറയത്തക്ക രീതിയിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ആ വ്യത്യാസമായിരുന്നു പരിച്ഛേദന. ഇങ്ങനെ കൊടുത്ത ഈ വ്യത്യസ്തത അത് യഹൂദന് പ്രശംസാ വിഷയമായിരുന്നു. നിങ്ങൾക്ക് പിന്നീടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. വല്ലവനും പ്രശംസിപ്പാൻ, ഫിലിപ്പിയ ലേഖനം തന്നെ ഒരു വാക്യം കൂടെ നിങ്ങളൊന്ന് വായിച്ചോ. ഫിലിപ്പിയ ലേഖനം തന്നെ നമ്മളിപ്പോൾ വായിച്ച ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം തന്നെ ഒരു വാക്യം കൂടെ നിങ്ങൾ നോക്കിക്കോ. 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കോ. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പൊ പുറമേയുള്ള പരിച്ഛേദന എന്നത് യഹൂദന് വലിയ പ്രശംസാ വിഷയമായിരിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പൗലോസ് ഒരു വലിയ ചിന്ത പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. എന്താ പൗലോസ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ചിന്ത എന്നറിയാമോ? ജഡത്തിൽ സുമുഖം കാണിക്കാൻ ഇച്ഛിക്കുന്നവരാണ് പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കുന്നതിലൂടെ അവരുദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്: ജഡത്തിൽ ഞാൻ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റ ആളാണ് എന്ന് പറഞ്ഞ് ജഡത്തിൽ പ്രശംസ ഉണ്ടാകാൻ വേണ്ടിയാണ് പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിഷയം നമുക്കത്ര ഗൗരവമുള്ളത്? 15-ാം അധ്യായ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഒന്ന് വന്നേ. 15-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യഹൂദയിൽ നിന്ന് ചിലർ വന്നു നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുഷ്ഠിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. നിങ്ങൾക്ക് 15-ാം അധ്യായത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. 15-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ജെറുസലേം കൗൺസിലാണ്. എന്താ ജെറുസലേം കൗൺസിലെ പ്രമേയം എന്ന് നിങ്ങൾക്കറിയാമോ? ജെറുസലേം കൗൺസിലിന്റെ പ്രമേയം എന്താ നിങ്ങൾക്കറിയാമോ? ജാതികളിൽ നിന്ന് കർത്താവിങ്കിലേക്ക് വരുന്നതോട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ കർത്താവിങ്കിലേക്ക് വരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിൻ്റെ മറുപടിയാണ് 15-ാം അധ്യായം. അപ്പോൾ പരിച്ഛേദന എന്ന യഹൂദ കർമ്മം അന്ന് നിലവിലുണ്ടായിരുന്നു. ആ കർമ്മം അന്ന് നിലവിലുണ്ടായിരുന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് വരുന്നവർക്കൊക്കെ പരിച്ഛേദന ഏൽക്കണം എന്ന ഒരു നിയമവും നിബന്ധനയും കാലാന്തരത്തിൽ വരുവാനിടയായി. അങ്ങനെ വന്നപ്പോൾ ഈ നിയമം ദൈവസഭയ്ക്കില്ല. ഇങ്ങനെയുള്ള പുറമെ കാട്ടിക്കൂട്ടുന്ന യാതൊരു നിയമവും കർത്താവിൻ്റെ സഭയ്ക്കില്ല എന്ന് തീരുമാനമെടുത്ത കൗൺസിലാണ് ജെറുസലേം കൗൺസിൽ. 15-ാം അധ്യായം നിങ്ങൾക്ക് വായിച്ചാൽ ഈ വിഷയം ആദ്യോടെ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 15-ാം അധ്യായത്തിലൂടെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നതും നിങ്ങൾക്ക് ഈ വിഷയത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
യെരുശലേമിൽ നിന്ന് ചിലർ വന്നിട്ട് യഹൂദിയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിക്കാഞ്ഞാൽ, മോശയുടെ ആചാരമാകുന്ന പരിച്ഛേദന അല്ലെങ്കിൽ അങ്ങനെയുള്ള മോശ കൽപ്പിച്ച ആചാരം അനുഷ്ഠിക്കാഞ്ഞാൽ, പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. നിങ്ങളൊന്ന് കേട്ടെ എന്തൊരു അവസ്ഥയാന്ന് കേട്ടെ. 10 അധ്യായം വരെ ദൈവസഭയ്ക്കകത്ത് ജാതികൾ ആരും വന്നിട്ടില്ല, വന്നവരെല്ലാം യഹൂദന്മാരായിരുന്നു. എന്നാൽ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ നടന്ന വലിയ ഉണർവിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പത്രോസ് അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. കൊർന്നല്യോസും കുടുംബവും കർത്താവിന്റെ കൃപയിലേക്ക് വരാനിടയായി. അങ്ങനെ ദൈവസഭയിലെ ആദ്യത്തെ ജാതീയനായിട്ട് കൊർന്നല്യോസ് സഭയ്ക്കകത്ത് പ്രവേശിച്ചു. കൊർന്നല്യോസിനോട് കൂടെ അനേക ജാതികൾ, യഹൂദന്മാരല്ലാത്തവർ കർത്താവിന്റെ കൃപയിലേക്ക് വരാനിടയായി. അതിനു മുമ്പ് യഹൂദന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ സുവിശേഷത്തിന്റെ പശ്ചാത്തലം വായിച്ചാൽ നിങ്ങൾക്കറിയാം, യേശുവിന്റെ ശിഷ്യന്മാർ മുഴുവൻ യഹൂദന്മാരായിരുന്നു. യേശു സഞ്ചരിച്ചത് യഹൂദന്മാരുടെ നാട്ടിലായിരുന്നു. യേശുവിന്റെ ഉപദേശം മുഴുവൻ യഹൂദന്മാരുടെ പള്ളികളിലായിരുന്നു. യേശു ദേവാലയങ്ങളിലായിരുന്നു ഉപദേശിച്ചിരുന്നത്. യേശു മുഴുവൻ ബന്ധം ഉണ്ടായിരുന്നത് യഹൂദന്മാരുമായിട്ടായിരുന്നു. വേറെ ആരുമായിട്ടും സമ്പർക്കമില്ല. അപ്പം സഭ എന്ന് പറഞ്ഞ് പുതിയ നിയമത്തിൽ ആരംഭിച്ചത് യഹൂദ മതത്തിന്റെ പിന്തുടർച്ച എന്ന വണ്ണം ആയപ്പോൾ പൗലോസും ബർണബാസും ശേഷം അപ്പോസ്തലന്മാർ പലരും ആ നിലപാടിനോട് യോജിച്ചപ്പം ഉഗ്രവാദമുണ്ടായി. നിങ്ങൾക്ക് 15 അധ്യായം വായിച്ചാൽ അറിയാം. ഈ വിഷയം സംബന്ധിച്ച് അവർ സംസാരിപ്പാനിരുന്നു. ഉഗ്രവാദമുണ്ടായി. വാദവിഷയം എന്നായിരുന്നു? കർത്താവിന്റെ അടുക്കിലേക്ക്, പുതിയ നിയമത്തിലേക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നവര് പരിച്ഛേദനയേക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഉപദേശിക്കാൻ തുടങ്ങി. അന്നും ഇന്നും എന്നും ഇങ്ങനെയുള്ള ഉപദേശങ്ങളുണ്ട്. കർത്താവിലേക്ക് വരുമ്പം ആ മാറ്റം വരണം, ഈ മാറ്റം വരണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഇങ്ങനെയും ചെയ്താലേ കർത്താവ് അംഗീകരിക്കുള്ളൂ. വാസ്തവത്തിൽ പ്രിയരെ, കർത്താവിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പുറമേ കാട്ടിക്കൂട്ടുന്ന ഒരു മാറ്റവും അല്ല കർത്താവിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. യേശു വരുന്നത് അകത്താണെങ്കിൽ ആ മാറ്റം അകത്താണ് ആരംഭിക്കുന്നത്. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ഒരു പ്രത്യേക ഡ്രസ് കോഡിന്റെ ആവശ്യമില്ല. അവരൊരു പ്രത്യേക രീതി, ഈ തരത്തിലല്ലാതെ വസ്ത്രം ധരിച്ചാൽ യേശുവിൻ്റെ കൂടെ ഉള്ളവരല്ല എന്ന് സമൂഹം കാണും. നോ, യേശുവിനെ സ്വീകരിച്ചവരെ മനുഷ്യർ മനസ്സിലാക്കേണ്ടിയത് ഡ്രസ് കോഡിന്റെ പശ്ചാത്തലത്തിലല്ല. യേശുവിനെ സ്വീകരിച്ചവരെ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ബാഹ്യമായ മീശ വടിച്ചുകൊണ്ടോ, ബാഹ്യമായ കർമാനുഷ്ഠാനങ്ങൾ, കമ്മലൂരിയതുകൊണ്ടോ, മാല ഊരിയതുകൊണ്ടോ, വെള്ളസാരി ഉടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ എന്നാ പറയണ്ട, കൈ അടിച്ചുകൊണ്ടോ, ഇങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ പുറമേ ഉള്ള യാതൊന്നുകൊണ്ടുമല്ല കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ അംഗമാകുന്ന വ്യക്തിയെ കർത്താവ് തിരിച്ചറിയുന്നത്. ഇങ്ങനെയൊന്നും കർത്താവ് കൽപ്പിച്ചിട്ടുമില്ല. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. എന്നാ ഈ പറയുന്നതിൻ്റെ ആശയം? ഇതിൻ്റെ ആശയം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഒന്ന് എഴുതട്ടെ. 15-ാം അധ്യായത്തിൽ ഉഗ്രവാദമുണ്ടായി. വന്നവർ പറഞ്ഞു, പരിശോധന കഴിക്കാഞ്ഞാൽ ജാതികളിൽ നിന്ന് വരുന്നവർ യഹൂദ മര്യാദയാകുന്ന പരിശോധന കഴിക്കാഞ്ഞാൽ ഒരു തരത്തിലും രക്ഷ പ്രാപിക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ, പരിശോധനയല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അടുത്തിരിക്കുന്നതുകൊണ്ട് പറ, പരിശോധനയ്ക്കകത്ത് ഒരു കാര്യമില്ല, അഗ്രചർമ്മത്തിനകത്ത് ഒരു കാര്യമില്ല, പുതിയ സൃഷ്ടിയാകുന്നതിലാ കാര്യം. ആ പുതിയ സൃഷ്ടിയാക്കിയത് കർത്താവാണ്. നിങ്ങൾ ഇന്ന് പുതിയ സൃഷ്ടികളാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ് എന്നോട് ചേർന്ന്, ഞാൻ ആ പുതിയ സൃഷ്ടിയാണ്. ഓ, നെഞ്ചത്തോട്ട് കൈവച്ചൊന്ന് പറഞ്ഞ്, ഞാൻ ആ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് പരിശോധനയുടെ ഉപദേശം കേൾക്കുമ്പോൾ അതിന് അങ്ങനെ ചെയ്യണ്ടേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം പരിശോധനയല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഇവിടെ വലിയ വിഷയങ്ങളുണ്ടായി. 15-ാം അധ്യായത്തിൽ ഉഗ്രവാദമുണ്ടായി. പൗലോസും ബർണബാസും കർത്താവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് വരുന്ന ജാതികൾ പരിശോധന കഴിക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവരോട് തിരിച്ചു വാദിച്ചിട്ട് ഒടുവിൽ തീരുമാനമെടുത്തു, കർത്താവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് വരുന്നവര് യഹൂദ മര്യാദയാകുന്ന യാതൊന്നും പിന്തുടരേണ്ട ആവശ്യമില്ല. യഹൂദ മതം വേറെ, യേശുവിന്റെ അനുഭവം വേറെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. യഹൂദ മതം വേറെ, യേശുവിന്റെ അനുഭവം വേറെ. ഈ വിഷയത്തിൽ കുറച്ചുകൂടെ താഴേക്ക് വരുമ്പം ഈ പരിശോധനയ്ക്ക് അപ്പുറത്തൊരു രഹസ്യം ഈ വിഷയത്തിലുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ പരിശോധന എന്ന വിഷയം ഇവിടെ പ്രസംഗിക്കുന്നതിന് അത്ര കണ്ട് വലിയ പ്രായോഗികത ഇല്ലല്ലോ. കാരണം നമ്മളാരും യഹൂദന്മാരല്ല. പിന്നെ പരിശോധന എന്ന വിഷയം ഇവിടെ പ്രസംഗിക്കുന്നതിന്റെ പ്രായോഗികത എന്താ? അതിന്റെ പ്രായോഗികതയിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. അതിലേക്ക് നമുക്ക് ഇറങ്ങാം. ഓക്കെ, എന്തിനായിരുന്നു പരിശോധന? പരിശോധന എന്ന കൽപ്പന ന്യായപ്രമാണത്തിനകത്ത് ലിഖിതമാക്കി ദൈവം കൊടുക്കുവാൻ ശ്രമിച്ചിരുന്നു. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ അബ്രഹാമിന്റെ സന്തതിയായി ജനിക്കുന്ന മുഴുവൻ പേരും പരിശോധന എന്ന വ്യത്യസ്തത ജാതികളുടെ ഇടയിൽ പുലർത്തണമെന്നും ആ വ്യത്യസ്തതയിൽ ഇവർ പ്രസിദ്ധരാകണമെന്നും ദൈവം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെയാണ് അന്നത്തെ പരിശോധന ഇന്ന് എങ്ങനെയാണ് മാറുന്നത്? നിങ്ങൾ ഒന്ന് രണ്ട് വാക്യം കൂടെ എൻ്റെ കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 15-ാമത്തെ വാക്യം, 6:15. നമ്മളിപ്പോൾ വായിച്ചതിനോട് ബന്ധപ്പെട്ടുള്ള വാക്യമാണ്. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. പരിച്ഛേദനയല്ല അഗ്രചർമ്മമല്ല പുതിയ സൃഷ്ടിയത്രേ കാര്യം. പുതിയ സൃഷ്ടിയാകുന്നതിലാണ് കാര്യം. പറഞ്ഞ് പുറമെ കാട്ടിക്കൂട്ട് പരിശോധന എന്ന അർത്ഥം അവിടെ നിങ്ങൾ എടുക്കണ്ട. കാരണം പരിശോധന നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല. പുറമെ കാട്ടിക്കൂട്ടുന്നതിലല്ല കാര്യം, പുതിയ സൃഷ്ടിയാകുന്നതിലാ കാര്യം. ഉറക്കെ പറ, പുതിയ സൃഷ്ടിയാകുന്നതിലാ കാര്യം. പരിശോധനയല്ല, അഗ്രചർമ്മമല്ല. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൽ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, വല്ലവനും പ്രശംസിപ്പാൻ വകയുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും അധികം 8-ാം നാളിൽ പരിശോധന ഏറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, യഹൂദനിൽ നിന്ന് ജനിച്ച, അല്ലെങ്കിൽ ഗമാലിയലിന്റെ തൃപ്പാദത്തിൽ ഇരുന്ന് പഠിച്ചവൻ, പുകഴുവാൻ എനിക്ക് പലതുമുണ്ട്. യഹൂദനായ പൗലോസിനും പരിശോധന എന്നത് പ്രശംസാ വിഷയമായിരുന്നു. താൻ കോളറെ പിടിക്കുന്ന വിഷയമായിരുന്നു. 8-ാം നാളിൽ പരിശോധനയേറ്റ ആളാ ഞാൻ. പക്ഷേ ഇവിടെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ താൻ പറയുന്നുണ്ട്, എനിക്ക് ലാഭമായതൊക്കെയും യേശു നിമിത്തം ഞാൻ ഛേദമെന്നിടുന്നു. എന്നിട്ട് ഇതിന്റെ ആശയം ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ താൻ വിശദീകരിക്കുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ. പണ്ടത്തെ പ്രശംസ ഞാൻ കാട്ടിക്കൂട്ടിയ പലതിലുമായിരുന്നു. ഇന്ന് എന്റെ പ്രശംസ എനിക്ക് വേണ്ടി സകലവും ചെയ്തവനില്ല. പണ്ട് എൻ്റെ പ്രശംസ ഞാൻ ചെയ്തതിലായിരുന്നു. ഇന്ന് എൻ്റെ പ്രശംസ എനിക്ക് വേണ്ടി സകലവും ചെയ്തവനില്ല. ഹല്ലേലൂയ. പണ്ട് എൻ്റെ പ്രശംസ എൻ്റെ കുടുംബ പേരിലായിരുന്നു. ഇന്ന് എൻ്റെ പ്രശംസ എനിക്ക് ആ കുടുംബ പേരുണ്ടാകാൻ കാരണമായവനില്ല. പണ്ട് എൻ്റെ പ്രശംസ എൻ്റെ കീശയിലെ കാശിലായിരുന്നു. ഇന്ന് എൻ്റെ പ്രശംസ ഈ കാശ് എൻ്റെ കയ്യിൽ വരുവാൻ കാരണമായവനില്ല. നോക്കി, എനിക്കോ വല്ലവനും പ്രശംസിപ്പാൻ വകയുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും അധികം ഉണ്ടെന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പൊ പറയുക, എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, പരിച്ഛേദന എന്നത് ഇന്ന് കർത്താവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് എങ്ങനെയാ? അടുത്ത വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. അടുത്തത്, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവനും ക്രിസ്തു യേശുവിന്റെ ഇസ്രായേലിനും. ഇസ്രായേൽ എന്നല്ല, ക്രിസ്തു യേശുവിന്റെ ഇസ്രായേൽ. ഏതാ ക്രിസ്തു യേശുവിന്റെ ഇസ്രായേൽ? പരിച്ഛേദന കൊണ്ട് ഇസ്രായേലിനായവനല്ല, ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് ഇസ്രായേലായവന് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. അപ്പൊ പൗലോസേ, അന്ന് ശരീരത്തിൽ ഉണ്ടായിരുന്ന വ്യത്യസ്തതയാകുന്ന പരിച്ഛേദന ഇന്നില്ലേ? അടുത്ത വാക്കൊന്ന് വായിച്ചേ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ശ്രദ്ധിച്ചു കേട്ടോ, ഇതാണ് ഇതിന്റെ മർമ്മം. ഇതൊന്ന് പിടിച്ചാൽ നമുക്ക് ഈ ആശയം മുഴുവൻ മനസ്സിലാക്കാം. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത് എന്ന് വെച്ച് ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. പരിച്ഛേദന ശരീരത്തിലുള്ള ഒരടയാളമാണ്. ഈ ശരീരത്തിലെ അടയാളം കൊണ്ട് താൻ യഹൂദൻ എന്ന മേൽക്കോയ്മയുള്ള ജാതിയിൽ താൻ കയറി. താൻ എപ്പോഴും പ്രശംസിക്കുമ്പോൾ പറയുന്നു, എനിക്ക് പരിച്ഛേദനയെ കുറിച്ച് പ്രശംസയുണ്ട്. പക്ഷെ താൻ ഇപ്പൊ കർത്താവിനെ അറിഞ്ഞപ്പോ
അതുവരെ താൻ വലുതായി കണ്ടതിനെ മുഴുവൻ ഛേദമെന്ന് എഴുതിയിട്ട് താൻ പറയാണ്, ഇപ്പൊ വേറൊരു ചൂടടയാളം ഞാൻ എൻ്റെ അവയവത്തിലല്ല, എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഈ ചൂടടയാളത്തിന്റെ പ്രത്യേകത, പരിശോധന കൊണ്ട് എനിക്ക് ഇന്ന് വരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ചൂടടയാളം ഒരുത്തന്റെ ശരീരത്തിൽ പതിച്ചാൽ ഇനി ആർക്കും അവന് ഒരു പ്രയാസവും വരുത്താൻ കഴിയുകയില്ല. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ആ വാക്യം വായിച്ചു. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിലെ വാക്യം വായിച്ചു. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഒരു പ്രയാസവും ഇനി ആരും എനിക്ക് വരുത്തരുത് എന്ന് വെച്ച് ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. എത്ര പേർക്ക് എന്നോട് ചേർന്ന് പറയാനുണ്ട്, ഇനി ആർക്കും ഒരു പ്രയാസവും എനിക്ക് വരുത്താൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഒരുപാട് പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിട്ട് ഇന്നെന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. പലരും ഒരുമിച്ച് ചേർന്ന് ഞങ്ങളെ ഉപദ്രവിക്കുക. ഈ വാക്യം നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നേ, ആരെല്ലാം തുനിഞ്ഞാലും ആരെല്ലാം കൈകോർത്താലും ഒരുമിച്ച് നിന്ന് ഉപദ്രവിക്കാൻ ഒരുങ്ങിയാലും ഈ വാക്യം എന്ന് ഉള്ളത്തിൽ എഴുതി വെച്ചോ. പുറമേയുള്ള പരിശോധന കേവലം ഒരു മാർക്കായി യഹൂദന്റെ മേൽ കിടക്കുമ്പോൾ ഇത് പുറമെ കാട്ടിക്കൂട്ടിയതല്ല. എൻ്റെ ശരീരത്തിൽ അവന്റെ ചൂടടയാളം ഞാൻ വഹിക്കുകയാണ്. അത് വഹിക്കുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം, ഇനി ആർക്കും ഒരു പ്രയാസവും എനിക്ക് വരുത്താൻ പറ്റുകയില്ല. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഞാനതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വിശദീകരിച്ചിട്ട് ഇതിന്റെ ആശയത്തിലേക്ക് വരാം. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന ചൂടടയാളം എന്താണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അടിമ ഉടമ എന്ന സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ലോകത്തിലുണ്ടായിരുന്നു. അടിമകളെ അടിമച്ചന്തയിൽ കൊണ്ടുവയ്ക്കുക, ഉടമകൾ പോയി വില കൊടുത്ത് വാങ്ങുക, വില കൊടുത്ത് വാങ്ങിയ വിലയ്ക്കൊത്തവണ്ണം അടിമകൾ ഉടമകളുടെ വീട്ടിൽ വെച്ചെന്ന് പണിയെടുക്കുക. പണിയെടുത്ത് മോചനദ്രവ്യം അഥവാ ആദ്യം കൊടുത്ത പണം എപ്പോ കൊടുത്തു തീർക്കുന്നോ അന്ന് ആ അടിമ ആ വീട്ടിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അടുത്ത അടിമ അതിനെ വിലയ്ക്ക് വാങ്ങുന്നു. ഇങ്ങനെ അടിമ ഉടമ സമ്പ്രദായം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ ചൂടടയാളം എന്ന ആശയത്തെ ഒന്ന് തുറക്കാൻ വേണ്ടി ഞാൻ ഈ വാക്യത്തെ ഒന്ന് വിശദീകരിക്കാം. ഒരു അടിമയെ സാധാരണ രീതിയിൽ ഒരു ഉടമ ആ കാലഘട്ടങ്ങളിൽ വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമേ. എന്നാൽ ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഞാനിപ്പോൾ ഒരു അടിമയെ വാങ്ങുകയാണ്. ഒരു അടിമ വരൂ, ഏതെല്ലാം ഒരു അടിമ എഴുന്നേറ്റ് പോരെ. ഒരടിമയെ വിളിക്കാം. ഓക്കെ, ഇതാണ്, കൊള്ളാം. ഓക്കെ, ഞാൻ ഈ അടിമയെ ഇതിന്റെ ഈ പിക്ചറൈസേഷൻ നിങ്ങളുടെ ഉള്ളിൽ വീണാലേ മനസ്സിലാകുകയുള്ളൂ. അടിമച്ചന്തയിൽ വിൽപ്പന ചരക്കായിട്ട് നിൽക്കുന്ന ഒരടിമയാണിത്. ഉടമയായ എനിക്ക് അടിമയുടെ ഒന്നും കാണാതെ അടിമയിൽ കരുണ തോന്നിയിട്ട് ഞാൻ മോചനദ്രവ്യം കെട്ടിവെച്ച് ഇവനെ സ്വന്തമാക്കി. ഇവനിപ്പോൾ എൻ്റെ വീട്ടിൽ പണിയെടുക്കുകയാണ്. ഇവനെ പോലെയുള്ള 50ഉം 100ഉം 150ഉം 200ഉം അടിമകളുള്ള ഉടമകളുടെ കാര്യം വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടിമ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഈ അടിമ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരിക്കൽ പോലും യജമാനനുമായിട്ട് മകനുള്ള ബന്ധം ഒരിക്കലും ഈ അടിമയ്ക്ക് കിട്ടാറില്ല. ഇവൻ എന്നും ഒന്നും അടിമയാ. ചെയ്ത ജോലി മുഴുവൻ അടിമ നമ്മൾ പറയത്തില്ലേ, അടിമപ്പണിയാ വീട്ടിലെന്ന്. എനിക്ക് അവിടെ ചെന്നിട്ട് അടിമപ്പണിയായിരുന്നു. അപ്പൊ തന്നെ ആ വാക്കിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അടിമയാണ്, അടിമപ്പണിയാണ്, അടിമ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആകുന്ന ഈ അടിമ, നിങ്ങൾ ഈ ആശയത്തിലേക്ക് വന്നിട്ട് ഈ അടിമ ഇവനെ വിലയ്ക്ക് വാങ്ങി 7 വർഷം ഇവൻ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഇവന് വേണ്ടി കെട്ടിവെച്ച തുക മുഴുവൻ ഇവൻ്റെ ശരീരം കൊണ്ടുള്ള അധ്വാനം കൊണ്ട് ഇവൻ വീട്ടിൽ കഴിയുമ്പോൾ യഹൂദന്റെ ഇടയിൽ സ്ലേവറി സെലിബ്രേഷൻ, അടിമ പെരുന്നാൾ, അടിമകളുടെ ആഘോഷം എന്ന് പറയുന്ന ഒരാഘോഷം നടക്കും. ഈ ആഘോഷം നടക്കുമ്പോൾ ഈ വിലയ്ക്ക് വാങ്ങിയ അടിമകൾ എല്ലാവരും വരും. അന്ന് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? 7 വർഷം ഈ മനുഷ്യൻ എൻ്റെ കൂടെ ജോലി ചെയ്യുകയാണെന്നിരിക്കട്ടെ. 7ാമത്തെ വർഷം ആഘോഷം നടക്കുമ്പോൾ യജമാനൻ പറയും, നിനക്ക് വേണ്ടി ഞാൻ മുടക്കിയത് മുഴുവൻ കഴിഞ്ഞു, നീ അതിന് മുഴുവൻ ജോലി ചെയ്ത് വീട്ടി. ഓക്കെ, ഞാനും നീയുമായിട്ട് ഇനി പണത്തിൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഞാൻ എന്ത് വില നിനക്ക് വേണ്ടി കൊടുത്തോ അത് മുഴുവൻ നീ എനിക്ക് തിരിച്ചു തന്നു കഴിഞ്ഞു. നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ ഫ്രീ ആകാം. ഇങ്ങനെ പറയുന്ന സമയത്ത് മിക്കവാറും അടിമകൾ ആഘോഷത്തിമിർപ്പിൽ പറയൂ, ഓ രക്ഷപ്പെട്ടു, എന്തൊരു അടിമത്തമായിരുന്നു, ഇപ്പൊ രക്ഷപ്പെട്ടു, സ്വതന്ത്രമായി എന്ന് പറഞ്ഞ് മിക്കവാറും അടിമകൾ പുറത്തു പോകും. എന്നാൽ ചില അടിമകൾ പറയും, യജമാനനെ, കഴിഞ്ഞ പല വർഷങ്ങൾ ഞാൻ അങ്ങയുടെ കൂടെ അധ്വാനിച്ചപ്പോൾ, അങ്ങയുടെ കൂടെ നടന്നപ്പോൾ, അങ്ങയുടെ കൂടെ ഇരുന്നപ്പോൾ
യജമാനൻ എന്നുള്ളതിനപ്പുറത്ത് ഏതൊക്കെയോ മേഖലകളിൽ ഞാൻ അങ്ങയെ അപ്പനായി കണ്ടുപോയി. എനിക്ക് അങ്ങയെ പിരിഞ്ഞു പോകാൻ ഇഷ്ടമില്ല. ശ്രദ്ധിച്ചു കേട്ടു. ഈ അടിമ പെരുന്നാളിൽ നീ പോകുന്നുണ്ടോ? അവൻ പറയും ഞാൻ പോവാ. അടുത്തവനോട് നീ പോകുന്നുണ്ടോ? മതി യജമാനെ, 7 കൊല്ലം അടിമപ്പണിയായിരുന്നു, ഞാൻ പോവാ, പണി നിർത്തി ഞാൻ പോവാ. ഓരോരുത്തർ പിരിഞ്ഞു പോകുമ്പം ഇവനോട് ചോദിക്കുന്നു, നിനക്ക് പോകാൻ മനസ്സുണ്ടോ? ഇവൻ പറയുന്നു, ഇല്ല യജമാനെ. ഇല്ല. എന്താ ഇത് ഉള്ളിന്ന് പറഞ്ഞേ? ഇല്ല, ഞാൻ അങ്ങേ അപ്പനെ പോലെ കണ്ടുപോയി. അങ്ങയെ അപ്പനെ പോലെ കണ്ടുപോയി. എനിക്ക് പോകാൻ ഇഷ്ടമില്ല, എനിക്ക് അങ്ങയുടെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ ഒരടിമ പറഞ്ഞാൽ ഉടനെ ഉടമ, യജമാനൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കും. ആ അടിമയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കും. എന്നിട്ട് ആ തൻ്റെ പുതപ്പ്, കേൾക്കണേ ആ വാക്ക്, തൻ്റെ പുതപ്പെടുത്ത് ഈ അടിമയുടെ മേളിലിട്ടിട്ട് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദം ഇങ്ങനെ പറയും, മേലാൽ ഇവൻ അടിമയല്ല, അടിമയ്ക്ക് പ്രിയെ മേളിൽ ഇവൻ മകനും വീട്ടിലെ അവകാശിയുമാകുന്നു. കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്തു. നീഞ്ഞോട് ഓടിവാ, നീ സൗഖ്യമാകുന്നടാ. ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, കൊണ്ടുവന്നേ. ആരാ, ഏതാ, എന്താ, എവിടുന്നാ വരുന്നേ? എന്നാ പേര്? കുഞ്ഞുമോൾ ഹരിപ്പാട്ടെന്ന് വരുന്നു. കുഞ്ഞുമോളെ, ഇന്ന് യേശു പറയുന്ന പദം ഒന്ന് കേട്ടെ. ഇങ്ങോട്ട് നോക്ക്. നിന്റെ വയറിന്റെ ഈ ഇടത്തു ഭാഗത്ത് ഇവിടെ തൊട്ടേ ഇവിടെ ക്രിക്കറ്റ് ബോൾ ഇല്ലേ? ക്രിക്കറ്റ് ബോളിന്റെ അത്രയും വരുന്ന ഒരു സാധനം, ഒരു ബൗള് അവിടെ ഇരിപ്പുണ്ട്. ശരിയല്ല ഞാൻ ഈ പറയുന്നേ? ശരിയാണ്. എത്ര നാളായി അത് വന്നിട്ട്? 8 മാസമായി. ഹരിപ്പാട്ടെന്ന് ഇന്ന് നീ ആദ്യമായിട്ടാണോ ഇവിടെ മീറ്റിങ്ങിന് വരുന്നേ? രണ്ടാമത്തെ പ്രാവശ്യം വരുന്നേ. എന്റെ കുഞ്ഞെ, നീ അതിന്റെ മേൽ കൈവച്ചോ, ആ ബൗള് ഇപ്പൊ അപ്രത്യക്ഷമാകും. ബൗൾ, കൊച്ചു പാത്രം നമ്മൾ പറയത്തില്ലേ, ചെറിയ പാത്രം, നമ്മൾ പാത്രം പറയത്തില്ലേ, ഗ്ലാസിന്റെ ബൗള് പോലെ എത്രയുണ്ട്. അതേ പിടിച്ചോണേ, മുറുക്ക പിടിച്ചോണേ. കണ്ടവർ കണ്ടോ, അതിപ്പോ അപ്രത്യക്ഷമാകുന്നു. ഓ, കർത്താവിന്റെ മഹത്വങ്ങളുടെ മേൽ അടിക്കുന്നു. Glory of Jesus. അടിയുന്നു. നിങ്ങൾ നോക്കണം, ആ ബൗളിപ്പോ അപ്രത്യക്ഷമാവുക. ക്രൂസിൽ മരിച്ചീസനൻ പേർക്കായി വീണ്ടെടുത്തന്നെ അഴിയട്ടെ. ആ ബൗൾ എടുത്തു മാറ്റും. ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കും. ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി, പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി, വേഗം എന്നു രചിച്ച ഭയം തീർത്താശ നൽകി, വേഗം വരാ എന്നു രചി ആ ഭയം തീർത്താശ നൽകി. കണ്ണു തുടങ്ങി. ഇത് കരേണ്ട സ്ഥലമല്ല, ഇത് ആനന്ദത്തിന്റെ പരിപൂർണതയുടെ സ്ഥലം. നരകത്തിൽ കരച്ചിലും പല്ലുകടിയുമാണ്, പക്ഷെ സ്വർഗത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണത. എന്നാ പേര് പറഞ്ഞ? കുഞ്ഞുമോൾ. കുഞ്ഞുമോൾ ഹരിപ്പാട്ട കുഞ്ഞുമോളെ, നീ തപ്പ്. ആ ബൗൾ അവിടെ ഉണ്ടെങ്കിൽ ഈ പരിപാടി ഇന്ന് നിർത്തിയേക്കാം. തപ്പ് കുഞ്ഞുമോളെ, തപ്പടാ. 2-3 പേരൂടെ വന്ന് തപ്പ്. വാ, അമ്മയുടെ തപ്പ്, മോളൂടെ തപ്പ്, ഇങ്ങോട്ട് വന്ന് ജോമേഴ്സിലൂടെ തപ്പ്. ഇല്ല. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി, പാപം നീങ്ങി
ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാം എന്നു രചിച്ചഭയം തീർത്താശ നൽകി വേഗം വരാം എന്നു രചിച്ചഭയം. സർജറി പറഞ്ഞിരുന്നേ ഏത് ഹോസ്പിറ്റലിലായിരുന്നു? മെഡിക്കൽ കോളേജിൽ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ എന്നാ സർജറി പറഞ്ഞേ? ആ ആ ഓക്കെ. സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടോ ഉള്ളതുകൊണ്ടോ? പണമില്ലാത്തതുകൊണ്ട് ബ്രദറെ. പണമില്ലാത്തതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റത്തില്ലാതിരിക്കുകയായിരുന്നു. വരാൻ തന്നെ ബസ് ചാർജ് പോലും ഇല്ലായിരുന്നു. എന്തായാലും വന്ന ഗുണമായേ. പല സ്ഥലത്ത് ഞാൻ ഇറങ്ങി, ബസ്സിൽ ഇറങ്ങിയിട്ട് ഞാൻ ഒരു സിസ്റ്ററോട് വിളിച്ച് ചോദിച്ചു എവിടെ വന്നു. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി പാപം നീങ്ങി ശാപം മാറി